ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വീട്ടില് ഇനി നോക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. മിക്കവാറും ഇത് വല്ല മോഷണ ശ്രമമായിരിക്കും. അങ്ങനെയാണെങ്കിൽ തോക്കിപ്പോ ആ വീടിന്റെ പുറത്തു പോയി കാണും. ഇവളുടെ അസുഖം മുഴുവൻ മാറി ഇവൾക്കൊരു രണ്ടാം ജന്മം കിട്ടിയില്ലേ? ഹോസ്പിറ്റലല്ലേ, ആരുടെയൊക്കെ ദൃഷ്ടിദോഷം കിട്ടിയിട്ടുണ്ടെന്ന് ആർക്കറിയാം. ഒന്ന് ഒഴിഞ്ഞു കളയുന്നത് തന്നെയാ നല്ലത്. ആശുപത്രിയിൽ എന്ത് ദൃഷ്ടിദോഷം? എല്ലാവരും ഓരോ അസുഖങ്ങളായിട്ട് വരുന്നവരല്ലേ. എന്റെ ഒരു സമാധാനത്തിനൊന്ന് കൂട്ടിയാൽ മതി. ഇതുവരെയുള്ളതൊക്കെ അമ്മയങ്ങ് ഒഴിഞ്ഞു കളയാൻ പോവാ. ഇനി വലതുകാലം വെച്ച് കയറിക്കോ. എന്താണ് നോക്കി നിൽക്കുന്നത്? അവളുടെ കൈ പിടിച്ചങ്ങോട്ട് കയറ്റ്. നിന്നോടല്ലേ പറഞ്ഞത്? ഞാൻ ഈ ഡ്രോയിലായിരുന്നല്ലോ ഇത് വെച്ചിരുന്നത്. പിന്നത് എവിടെ പോയി? ആരാ ഇതിനകത്ത് കയറി വന്നത് എടുത്തു മാറ്റിയത്? ജെനി, ജെനി! എവിടെ പോയി? എന്താ മാഡം? എന്റെ മുറിയിൽ ആരാ കയറിയത്? ആരും കയറിയിട്ടില്ല മാഡം. ദേ, കള്ളം പറയരുത്. എന്നിട്ടാണോ എന്റെ മുറിയിൽ ഞാൻ വെച്ചിരുന്ന സാധനങ്ങള് കാണാതെ പോകുന്നത്? കാണാതെ പോയോ? എന്ത് സാധനം മാഡം? ഇവിടെ ഈ ഡ്രോയിൽ ഇരുന്ന തോക്ക് പിന്നെ ആരാ എടുത്തോണ്ട് പോയത്? അയ്യോ, തോക്ക് കാണാതെ പോയോ? എങ്ങനെ? അത് എന്നോടാണോ ചോദിക്കുന്നേ? നീയാണോ അതെടുത്തേ? അയ്യോ, എന്തിനാ മാഡം എനിക്ക് തോക്ക്? ഞാൻ എടുത്തിട്ടില്ല. ഈ വീടും പരിസരവും സൂക്ഷിക്കാനും ഇവിടെ ഞാൻ അറിയാതെ ആരും കേറാതിരിക്കാനും വേണ്ടിയാ നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നെ. ഈ വീട്ടിലെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കല്ലേ? അതെ മാഡം, പക്ഷെ ഈ മുറിയിൽ ആരും കയറിയിട്ടില്ല. പിന്നെ എങ്ങനാടി എന്റെ ഡ്രോയിൽ ഇരുന്ന തോക്ക് കാണാതെ പോയത്? ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. നീ അറിയാതെ ഒരാളും എന്റെ റൂമിൽ കയറില്ല, അതെനിക്ക് ഉറപ്പാ. ദേ, എന്റെ തോക്ക് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഇതിനകത്തിട്ട് കത്തിക്കും ഞാൻ. എന്റെ മുന്നിൽ കണ്ടുപോരുത്. ശമ്പളം വാങ്ങാനും തിന്നാനും മാത്രം നടക്കുന്ന കഴുതകള്. ഇറങ്ങിപ്പോ എന്റെ മുമ്പിന്ന്. മാഡം, പോകാൻ.
എനിക്കറിയാം ഈ കോള് വരുമെന്ന്. ഇപ്പൊ അവന്തിക മേഡത്തിന് നല്ല ബുദ്ധി തോന്നി കാണും. ഹലോ മേഡം. ഹലോ രാജീവ് സാറേ. രാജീവ് സാറ് നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? എന്തെങ്കിലും പണി കിട്ടി കാണും. ഹലോ മേഡം, കേൾക്കുന്നുണ്ടോ? കേൾക്കാതിരിക്കാൻ എന്റെ ചെവി പൊട്ടിയിട്ടൊന്നുമില്ല. നിങ്ങളിപ്പോ എവിടെയാ? പുലി പിന്നെയും വെളിച്ചാടി. ഇവർക്ക് ഇത്രയും അഹങ്കാരം കൂടുതലാണ്. ഹലോ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മേഡം, പറഞ്ഞോളൂ. എന്താ മേഡത്തിന് ടെൻഷൻ? എന്തുപറ്റി? എടോ, ഒരു പ്രശ്നമുണ്ട്. ആ തോക്ക് ഇപ്പോ ഇവിടെ കാണുന്നില്ല. കാണാനില്ലെന്നോ? പിന്നെ തോക്കവിടെ പോയി? മേഡം അത് എവിടെ വെച്ചിരുന്നു? ഞാൻ ആ തോക്ക് എന്റെ മേശയിൽ സുരക്ഷിതമായിട്ട് വെച്ചിരുന്നതാ. മേഡം എന്താ ഈ പറയുന്നത്? ആ വീട്ടിലെ മേഡത്തിന്റെ മുറി കയറി തോക്കെടുത്തോണ്ട് പോയി ആർക്കാ ധൈര്യമുള്ളത്? ഇനി അവിടുത്തെ ജോലിക്കാരെങ്കിലും ആയിരിക്കോ തോക്കെടുത്തത്? എനിക്കറിയില്ല. ജോലിക്കാരെയൊക്കെ ഞാൻ ചോദ്യം ചെയ്തു, അവരാരും എടുത്തിട്ടില്ല. അവർക്കൊന്നും എന്നോട് ചോദിക്കാതെ എന്റെ മുറി കയറാനുള്ള ധൈര്യം പോലും ഇല്ല. മാഡം, അവിടെയെല്ലാം ഒന്നുകൂടി ഒന്ന് തിരഞ്ഞു നോക്ക്. ചിലപ്പോ അവിടെ എവിടെയെങ്കിലും മാഡം തന്നെ അത് മാറ്റി വെച്ചിട്ട് മറന്നുപോയതാണെങ്കിലോ? അങ്ങനെ ഞാനത് എങ്ങോട്ടും മാറ്റി വെച്ചിട്ടില്ല. ഈ വീട്ടില് ഇനി നോക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. മിക്കവാറും ഇത് വല്ല മോഷണ ശ്രമമായിരിക്കും. അങ്ങനെയാണെങ്കിൽ തോക്കിപ്പോ ആ വീടിന്റെ പുറത്തു പോയി കാണും. ആ തോക്ക് ഏതെങ്കിലും ക്രിമിനൽസിന്റെ കൈ ചെന്നപ്പെട്ട അത് ഇതിനേക്കാളും വലിയ അപകടമാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? താൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞതാ? ഇതിനെ ഒരു സൊല്യൂഷനേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആ തോക്ക് ആരുടെ കയ്യിലാണെന്ന് അറിയണം. എന്നിട്ട് അത് തിരിച്ചെടുക്കണം. ഏതെങ്കിലും ക്രിമിനൽ അതെടുത്ത് വല്ലവന്റെ നെഞ്ചത്തിട്ടങ്ങ് പൊട്ടിച്ച ഒടുവിൽ അന്വേഷണം വരുമ്പോ മാഡം പ്രതിയാവും. അടിപൊളി. ഇനി മാഡത്തിന്റെ നെഞ്ചിലെത്തി ഒന്ന് ആളിക്കത്തട്ടെ. ഇവിടെയുള്ളവരല്ലെങ്കിൽ പിന്നെ എന്റെ മുറി കയറി ആ തോക്കെടുക്കാൻ ധൈര്യം കാണിച്ചത് ആരാ?